ഒരു ഒരു ചെറുപ്പക്കാരൻ, സൗദി വെള്ളക്ക എന്ന് പറഞ്ഞ സിനിമ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. സൗദി വെള്ളക്കാരൻ്റെ ഒരു ഉമ്മയൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ കഥയും വെച്ചിട്ട് ഭയങ്കര ഇമോഷണലായിട്ടൊരു പടം ചെയ്തേക്കുന്നു. അത് എഴുതിയിരിക്കുന്നതും പുള്ളിയാണ്. അപ്പോൾ ഈ സുനിലാണെങ്കിൽ ഇതിനകത്ത് എഴുത്തിൽ ഒരാളോട് വന്നാലും സുനിലിനൊരു പരാതിയുള്ള ഒരാളല്ല, എല്ലാം നല്ലതിന് വേണ്ടി കൂടെ നിൽക്കുന്നതാണ്. അങ്ങനെയാണ് സുനിൽ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സുനിൽ നമുക്ക് തരേണ്ട അടുത്ത് ഇങ്ങനെ പറഞ്ഞാലോ എന്ന് പറഞ്ഞു. അപ്പോൾ സുനിൽ അന്നേരം ആ സമയത്ത് സ്കാരൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ സുനിലില്ല. ഞാൻ നമ്മുടെ ട്രിവാൻഡ്രത്തെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഹരിയുണ്ട്, ഹരിയാണ് മറ്റേ തരണിനെ വിളിച്ച് പറയുന്നത് വെച്ചാൽ ഇങ്ങനെ രഞ്ജിത്തേട്ടൻ്റെ ഒരു കഥ കേൾക്കണം എന്ന് പറയുന്നു. അങ്ങനെ തരുണും തരൻ്റെ അസിസ്റ്റൻസുമായിട്ട് നേരെ തിരുവനന്തപുരത്ത് എൻ്റെ ഓഫീസിലേക്ക് വരുന്നു. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് കഥ പറയുന്നത്. കഥ പറയുമ്പോൾ തന്നെ തരുൺ അതിനകത്ത് കഥയ്ക്കകത്ത് വീണു. കാരണം വെച്ചാൽ ഞാൻ ആ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ചേട്ടാ ഇതിനകത്തൊരു കഥയുണ്ട്, ഈ സാധനം ഇത് നമുക്ക് ഓക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്, ഞാനൊന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല, തരുണിൻ്റെ മനസ്സിൽ ഇഷ്ടം തോന്നുന്ന പോലെ ഒരു തരത്തിൽ ഇത് തരുൺ കൺസീവ് ചെയ്യാം. സുനിൽ അവിടെ എറണാകുളത്ത് വരും. സുനിൽ അന്ന് ബിനാലെ, അതാണ് ബിനാലയിൽ സുനിലിൻ്റെ പ്രദർശനമുണ്ട്, ഫോട്ടോ പ്രദർശനമുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഉള്ള പുള്ളിക്ക് അവിടെ നിന്ന് പോരാൻ പറ്റത്തില്ല. അങ്ങനെ ബിനാലെ നടക്കുന്ന സുനിലുമായിട്ട് പോയി ഡിസ്കസ് ചെയ്ത് ആ ഒരു ഭാഗത്തു നിന്ന് കുറച്ച് കഴിഞ്ഞെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത തവണയും എനിക്ക് തോന്നുന്നൊരു മൂന്നാമത്തെ തവണയാണ് ഇന്ന് കാണുന്ന, നിങ്ങൾ കാണുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കാണുന്ന ഈ ഒരു തുടരും എന്ന് പറയുന്നത് പൂർണ്ണമാകുന്നത്. മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ.